നമസ്കാരം. എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ട് നല്ലൊരു വീട് എന്നുള്ളത്. അപ്പോൾ ഈ വീടിനായിട്ട് നമ്മൾ പല ആൾക്കാരും ലോൺ എടുക്കാറുണ്ട്. സർക്കാർ പദ്ധതിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന വീടുകൾ കൂടാതെ തന്നെ നമ്മൾ ലോൺ എടുത്ത് വീടുകളൊക്കെ വയ്ക്കാറുണ്ട്. വലിയ തുകയൊക്കെയാണ് ലോൺ എടുക്കാറുള്ളത്. പക്ഷേ ഈ ലോൺ എടുത്തു കഴിഞ്ഞ് ഈ വീടുകളൊക്കെ വയ്ക്കുമ്പോൾ അവസാനം ആ വീട് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ആ വീട് ജപ്തി ചെയ്ത് പോവുകയോ ഒക്കെ ചെയ്യുകയാണ് പലരുടെയും അവസ്ഥ. അങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഇതിൽ വരുന്ന പലിശയാണ്. അതായത് നമ്മൾ എടുക്കുന്ന ആ ലോണിൻ്റെ പലിശ, അതിൻ്റെ പലിശയും പിഴപ്പലിശയും അതോടൊപ്പം തന്നെ കൂട്ടുപലിശയും ഒക്കെ തന്നെ കൂടിയാണ് നമ്മൾ ആഗ്രഹിച്ചു വെച്ച വീട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു പദ്ധതി രാജ്യത്തെ ജനങ്ങൾക്കായിട്ട് വരികയാണ്. ഇതുവഴി 20 ലക്ഷം രൂപ വരെ ഈടില്ലാതെ ജാമ്യമില്ലാതെ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. അതായത് വീട് പണിയാൻ ഇനിയും കേന്ദ്രം നിങ്ങൾക്ക് പണം തരും. 20 ലക്ഷം രൂപയാണ് ഈടില്ലാതെ വായ്പ നൽകാനുള്ള പുതിയ പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വരുന്നത്. അതുമാത്രമല്ല, ഈ വായ്പ അനുവദിച്ച ശേഷമുള്ള കാലയളവ്, അത് തിരിച്ചടവിന് 30 വർഷം വരെ സാവകാശം ലഭിക്കുമെന്നുള്ളതും ഈ പദ്ധതിയുടെ ഒരു വലിയ ആശ്വാസം തന്നെയാണ്. അതുമാത്രമല്ല, ഈ കാലയളവിലാകട്ടെ പലിശരഹിതമായിട്ടാണ് നമുക്ക് ഈ വായ്പ ഉപയോഗിക്കാനും സാധിക്കുക. എന്നാൽ കൃത്യസമയത്ത് തന്നെ ഇത് നമ്മൾ മാസാമാസം തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പലിശ ഇല്ലാതെ ഈ വീട് വയ്ക്കാനായിട്ട് സാധിക്കുകയും. വീട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാമ്പത്തികം. ഹോം ലോണുകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പലിശയാണ്. അത് വലിയ രീതിയിലുള്ള ബാധ്യതയിലേക്ക് പോലും നമ്മുടെ കുടുംബങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏറ്റവും പുതിയ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് രാജ്യത്തെ സാധാരണക്കാർക്ക് യാതൊരു വിധത്തിലുമുള്ള ജാമ്യവുമില്ലാതെ 20 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടത്തരം വരുമാനമുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രയവിക്രയം അത് വർദ്ധിപ്പിക്കാനും പദ്ധതി ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 30 വർഷം വരെ തിരിച്ചടവാണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് 2025 മാർച്ചിന് മുൻപായിട്ട് തന്നെ ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും. വായ്പ അനുവദിച്ച ശേഷം തിരിച്ചടവിന് 30 വർഷം വരെ സാവകാശം ലഭിക്കുന്നു. അതായത് കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ നമുക്ക് 30 വർഷം വരെ കൂടുതൽ കാലാവധി ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് ഏറെ ഗുണകരവുമാണ്. നഗര ഭവന നിർമ്മാണത്തിന് മിതമായിട്ടുള്ള നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള പലിശ സബ്സിഡി പദ്ധതി അതുണ്ടാകുമെന്ന് ഈ ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉറപ്പു നൽകിയിരുന്നതാണ്. ഈ പദ്ധതിക്ക് കീഴിൽ യോഗ്യമായിട്ടുള്ള വരുമാനം, തുല്യമായ പ്രതിമാസ ഗഡു, അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ മാനദണ്ഡങ്ങളൊക്കെ തന്നെ നിശ്ചയിക്കുന്നതിൽ ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയങ്ങൾ അതുപോലെ തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക് മറ്റു വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തി വരികയാണ്. ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്കായിരിക്കും പദ്ധതി നടപ്പിലാവുക. അതുമാത്രമല്ല, പ്രധാനമന്ത്രി ആവാസ് യോജന 2.0 എന്നൊരു പദ്ധതിയും കേന്ദ്രത്തിൻ്റെതായിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതായിരിക്കും. വീട് വാങ്ങിക്കുന്നതിനൊപ്പം തന്നെ വാടക വീടുകൾക്ക് കൊടുക്കുന്നതിനും ഈ പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്കായിട്ട് ഇപ്പോൾ 5 വർഷത്തേക്ക് 10 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. 2.3 ലക്ഷം കോടി രൂപ ഈ പദ്ധതിയിലൂടെ സബ്സിഡിയായിട്ട് നൽകുന്നതായി. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മധ്യവർഗ കുടുംബങ്ങളുടെ പ്രതിഷേധം തീർച്ചയായിട്ടും BJPക്ക് തിരിച്ചടിയായി മാറിയിരുന്നു. ഗ്രാമീണ ഇന്ത്യക്കൊപ്പം തന്നെ മധ്യവർഗ സമൂഹത്തിൻ്റെ പ്രതിഷേധം തണുപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യവും ഈ ഒരു പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. 3ാം മോദി സർക്കാർ രാജ്യത്തെ ഇടത്തരക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന വിലയിരുത്തലുകൾ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണത്. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.